അതെ, ആ അപ്പുറത്തോടത്തോടു കൂടിയാണ് ഓള് വരിക. അങ്ങനെ വരുന്ന വഴിയിൽ ഇപ്പുറത്ത് കൂടെ വന്ന് അവളെ പിന്നാലെ ചെന്ന് ഒറ്റപ്പിടുത്തം, മുഖത്ത് തുണി വെച്ചൊരൊറ്റ മൂടല്. അപ്പൊ തന്നെ അവളെ ബോധം പോയി. ബോധം പോയി കഴിഞ്ഞാൽ വലിച്ചെഴച്ച് ആ സൈഡിൽ ആ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ ഉള്ളിലേക്കാണ്ട് കയറ്റണം. ഈ നമ്മുടെ ആ ബിൽഡിങ്ങിലേക്ക് കയറ്റിയാൽ മതി. അപ്പോഴേക്ക് ഞാൻ വന്ന് ജോയിൻ ചെയ്തോളൂ. ഈ തുടങ്ങുമ്പോഴേക്ക് ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ, ഈ ടെൻഷൻ അടിക്കണ്ടാന്ന്. ആ വൃത്തികെട്ടവന്റെ കൂടെയാണ് ദൈവമേ ഞാൻ എത്ര നാളും ജീവിച്ചത്. ഗോവിന്ദ സ്വാമി ഒന്നും ഒന്നുമല്ല. നിങ്ങൾ ഇത്രയും വൃത്തികെട്ട മനുഷ്യരോട് ഞാൻ പോലീസിൽ വിളിക്കുന്നു. എന്ത് കാര്യം എന്റെ ദൈവം, ആരെയും വിളിച്ച് ഫോൺ പറഞ്ഞ് ആരെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞില്ല നിങ്ങള്. ആരെ പീഡിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ഇതൊന്ന് സമാധാനപ്പെടുത്തി ഉണ്ടായിരിക്കും. ഞാനിപ്പോ ചെയ്യുന്ന വർക്ക് ഏതാ? എഡിറ്റ് ലാൻഡ് സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുക്കൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോ ഡ്രാമ കേരള പോലീസ് ഡയറി. അതെന്ന് വെച്ചാൽ ഒരു കുറ്റാന്വേഷണ കഥയാ. അതിനകത്തൊരു റേപ്പ് സീക്വൻസ് ഉണ്ട്. അത് എടുക്കാൻ വേണ്ടിട്ട് ശ്രീ ആദ്യമായിട്ട് ചെയ്യല്ലേ, ഓണത് ഒറ്റക്ക് പോയി എടുക്കാൻ വേണ്ടി പറഞ്ഞ എനിക്കിവിടെ വേറെ 100 കൂട്ടം പരിപാടി ഉണ്ട്. അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാണ്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി പോവല്ലേ. ഓളൊരു സംശയം. ആ ശ്രീത്തെ, ആ ശരി ശരി, തുടങ്ങിക്കോ. ഷൂട്ട് ആകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ ഓക്കെ റെഡി. ഹലോ, ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ കൊണ്ടുപോയി ക്ലോറോഫോം വെച്ച് മണപ്പിച്ച് വലിച്ച് ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞല്ലോ. സംഗതി ഷൂട്ടിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിന് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടെ?